തെരഞ്ഞെടുപ്പിലെ കള്ളവോട്ടിനെ സംബന്ധിച്ച് രാഹുൽ ഗാന്ധിയുടെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലിന് പിന്നാലെ മാധ്യമപ്രവർത്തകനായ ഹർഷൻ പൂപ്പാരക്കാരൻ സോഷ്യൽ മീഡിയയിൽ കുറിച്ച കുറിപ്പ് വൈറലാകുന്നു. രാജ്യം തന്നെ ഞെട്ടുന്ന തരത്തിൽ വോട്ടർ പട്ടികയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വ്യാജ ഐഡികളിൽ ലക്ഷക്കണക്കിന് പേരെ ചേർത്ത് സംഘപരിവാർ രാജ്യത്തെ തെരഞ്ഞെടുപ്പുകളെ അട്ടിമറിക്കുന്നത് എങ്ങനെയെന്ന് തെളിവുകൾ സഹിതം മാധ്യമങ്ങൾക്ക് മുന്നിൽ വിശദീകരിച്ചപ്പോൾ അത് അട്ടിമറിക്കാരുടെ കണ്ണ് തള്ളിപ്പിക്കുന്ന സംഭവമായി മാറിയിട്ടുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ സജീവമായിരിക്കെ ഹർഷൻ സോഷ്യൽ മീഡിയയിൽ കുറിച്ച പോസ്റ്റാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായിരിക്കുന്നത്. ആ പോസ്റ്റ് ഇങ്ങനെയാണ്: തെരഞ്ഞെടുപ്പ് കമ്മീഷനും BJPയും ചേർന്ന് എങ്ങനെ വോട്ട് മോഷ്ടിക്കുന്നു എന്ന് ലളിതമായി രാഹുൽ ഗാന്ധി കണ്ടെത്തി വിശദീകരിച്ചു. ബാംഗ്ലൂർ സെൻട്രൽ എന്ന ഒരൊറ്റ പാർലമെന്റ് മണ്ഡലം മാത്രമെടുത്ത് പരിശോധിച്ചപ്പോൾ കിട്ടിയത് ഞെട്ടിക്കുന്ന കണക്കുകളാണ്. ഡ്യൂപ്ലിക്കേറ്റ് വോട്ടർമാർ 11,965, വ്യാജ അഡ്രസ്സിലെ വ്യാജ വോട്ടർമാർ 40,009, ബിയർ പാർലർ അടക്കമുള്ള ഒറ്റമുറിയിൽ ചേർക്കപ്പെട്ട വ്യാജ വോട്ടർമാർ 10,452, ഫോട്ടോ ഇല്ലാത്ത വോട്ടർമാർ 4,132, ഫോം 6 വഴി വന്ന വ്യാജ വോട്ടർമാർ 33,692, ആകെ വ്യാജ വോട്ടുകൾ 1,250,000. ലളിതമായി രാഹുൽ കാര്യങ്ങൾ പറഞ്ഞ് അവതരിപ്പിച്ചെങ്കിലും അതിന് പിന്നിലുള്ള പരിശ്രമം എത്ര കഠിനമായിരുന്നു എന്ന് മനസ്സിലാകും. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കിയ പ്രതിബന്ധങ്ങളെയെല്ലാം മറികടന്ന് വോട്ട് മോഷണത്തിന് കൃത്യമായ തെളിവ് രാഹുൽ അവതരിപ്പിച്ചിരിക്കുന്നു. ഒറ്റ സോക്കോൾഡ് ദേശീയ ഹിന്ദി ഇംഗ്ലീഷ് മാധ്യമങ്ങൾക്ക് ഇതൊരു വാർത്തയല്ല. അവരാരും രാഹുലിൻ്റെ വാർത്താ സമ്മേളനം ലൈവ് കൊടുത്തതുമില്ല. 33,000 വോട്ടിൽ താഴെ ഭൂരിപക്ഷമുള്ള 25 സീറ്റുകളിൽ അട്ടിമറി നടത്തിയാൽ BJPക്ക് കേന്ദ്ര സർക്കാർ ഭരണം കൈപ്പിടിയിൽ ഒതുക്കാമെന്ന് രാഹുൽ കാര്യകാരണസഹിതം വിശദീകരിച്ചു. രാഹുലിന് അഭിവാദ്യങ്ങൾ. ഈ സാഹചര്യത്തെ ഇന്ത്യയും പ്രതിപക്ഷവും എങ്ങനെ അതിജീവിക്കുമെന്നതാണ് ഇനി അറിയേണ്ടത്. ഇതിനൊരു പരിഹാരമുണ്ടോ എന്ന് ചോദിച്ചാൽ കോൺഗ്രസ് താഴെത്തട്ടിൽ അതിൻ്റെ സംഘടനാ സംവിധാനത്തെ കരുത്തുറ്റതാക്കുകയും വോട്ടർ പട്ടിക കൃത്യമായി പരിശോധിക്കുവാനും അവർ തന്നെയാണ് വോട്ട് ചെയ്യുന്നതെന്ന് ഉറപ്പിക്കാനും കേരളത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിച്ചു വരുന്ന തരത്തിൽ ഇടപെടൽ നടത്തുകയും ചെയ്താൽ ചിലപ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റിയേക്കും. ഇതാണ് രാഹുൽ ഗാന്ധി ഇന്നിപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയ ആ വാർത്താ സമ്മേളനത്തിൻ്റെ ചിത്രം പങ്കുവച്ചുകൊണ്ട് ഹർഷൻ പൂപ്പാറക്കാരൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്ന കുറിപ്പ്. നിലവിൽ ന്യൂസ് മലയാളം 24/7 ജോലി ചെയ്യുന്ന ഹർഷൻ്റെ ഈ പോസ്റ്റ് ഏറെ ചർച്ചയായിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ പുറത്തുവന്ന ഈ പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ ഷെയർ ചെയ്യപ്പെടുന്നുമുണ്ട്. രാജ്യം തന്നെ ഞെട്ടിക്കുന്ന തരത്തിൽ ജനാധിപത്യത്തെ അട്ടിമറിക്കാനും തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ മുഴുവൻ അട്ടിമറിച്ചുകൊണ്ട് അധികാരം പിടിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാരിൻ്റെ അധികാരവും ഇലക്ഷൻ കമ്മീഷനെ കൂട്ടുപിടിച്ചുകൊണ്ട് നടത്തുന്ന വലിയൊരു തട്ടിപ്പാണ് രാഹുൽ ഗാന്ധി ഇന്ന് പുറത്തുവിട്ടതെന്ന് ഇതിലൂടെ വ്യക്തമായിട്ടുണ്ട്.